എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരി അരച്ച ഉടൻ തന്നെ മാവ് പതഞ്ഞു പൊങ്ങുന്ന രീതിയിൽ അതും നല്ല പഞ്ഞി പോലെയുള്ള അപ്പം തയ്യാറാക്കാൻ പോവാണ്. ഈ ഒരു അപ്പക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോ അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന എന്റെ കൂട്ടുകാർക്കും ഇതുവരെയും അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത എന്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കൽ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. ഇതിനായിട്ട് നമുക്ക് അരി ഒന്ന് കുതിർത്തിയെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറഞ്ഞളവിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ കുറഞ്ഞളവിലെടുത്താൽ മതിയാകും. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ നിത്യമുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ റേഷൻ പച്ചരി വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാനും പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പച്ചരി ഒന്ന് കുതിർന്ന് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറിന് ശേഷം കുതിർത്തിയ പച്ചരി നമുക്കൊന്ന് തുറന്ന് നോക്കാം. പച്ചരി നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലെ വെള്ളം മുഴുവനും തന്നെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പച്ചരിയിലെ വെള്ളം മുഴുവനും ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരമുറി നാളികേരം തിരുമിയതും നാളികേരം എടുത്ത അതേ അളവിൽ തന്നെ ചോറും ചേർക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര നമുക്ക് ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറഞ്ഞളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് രാത്രി മുഴുവനും തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ രാവിലെ വെള്ളത്തിൽ കുതിർത്തിയ പച്ചരി വൈകിട്ടൊക്കെ ആകുമ്പോൾ ആ ഒരു വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കണം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത്. സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചാണ് ഒന്നുകൂടെ കുഴച്ചെടുക്കേണ്ടത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള അപ്പം ഇതിനു മുമ്പ് ഇതേ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടുന്നതും. അങ്ങനെ നല്ല പോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒരു രാത്രി മുഴുവനും തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും പുളിപ്പില്ലാത്ത അപ്പമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിയൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ രാവിലെയാണ് അരി അരച്ചെടുക്കാനും പോകുന്നത്. ഇപ്പോ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാവെള്ളം ചേർക്കാവുന്നതാണ്. തേങ്ങാവെള്ളം ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചും നമുക്ക് അരി അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ എന്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് കേട്ടോ തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറേശ്ശെ അളവിൽ വാരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി അരച്ചെടുക്കുമ്പോൾ നല്ല വെണ്ണ പോലെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് 2 തവണകൾ കൊണ്ടാണ് അരി അരച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പത്തിന്റെ കൂട്ടിന് ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്നും വെള്ളം ചേർക്കുന്നില്ല. മാവ് അരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അപ്പത്തിന്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വീർത്ത് നിൽക്കുന്ന രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. പാത്രത്തിന്റെ അരികിൽ നിന്നെല്ലാം നല്ല പോലെ നൊരി പൊട്ടി നിൽക്കുന്ന ഒരു പാകത്തിനാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മാവ് നല്ല പതഞ്ഞു നിൽക്കുന്ന പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. നല്ലതുപോലെ പൊങ്ങി വീർത്ത് പാത്രം നിറയെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അധികം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് അപ്പത്തിന്റെ മാവിന് ഉപ്പോ മധുരമോ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം തയ്യാറാക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിനുള്ളത്. ഇനി ഈ കൂട്ടിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇന്നത്തെ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ ഒരു ദോശക്കല്ലിൽ വെച്ചിട്ടാണ്. ദോശക്കല്ല് നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെയായിട്ട് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഓരോ തവി മാവും നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ അപ്പം പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ലതുപോലെ തന്നെ അപ്പത്തില് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നിറയെ തന്നെ ഹോൾസുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടതും. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് നമ്മുടെ അപ്പം ഒന്ന് വെന്തു വരട്ടെ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അപ്പം ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പം ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത്
ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വീർത്ത് നിൽക്കുന്ന രീതിയിലാണ് അപ്പം വെന്ത് കിട്ടിയിട്ടുള്ളതും. ആദ്യം അപ്പം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ അപ്പം ഇവിടെ വെന്ത് കിട്ടുന്നതും. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു അപ്പക്കൂട്ട് പെർഫെക്റ്റ് മാവായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതും. ഇനി ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ വീടുകളിൽ അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്നതിൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.